നമസ്കാരം. KCN ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അർജുനിനി നോവുന്ന ഓർമ്മ. അന്ത്യനിദ്രയൊരുക്കിയത് വീട്ടുവളപ്പിൽ. ആംബുലൻസ് കാസർഗോഡ് എത്തിയപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കുവാനെത്തിയത് നിരവധി പേർ. അർഹരായ കുട്ടികളെ ജില്ലാതല കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കാത്തതിനെതിരെ കളരിപ്പയറ്റ് സംരക്ഷണ മഹാസമിതി ചൊവ്വാഴ്ച പ്രതിഷേധ ജ്വാല നടത്തും. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി KP കുഞ്ഞിക്കണ്ണന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. മൗനജാഥയും നടന്നു. പാരലൽ കോളേജുകളിലൂടെയും ഓപ്പൺ സർവകലാശാല കോഴ്സുകൾ പഠിക്കാൻ സൗകര്യം. പുതിയ മാറ്റം വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകും. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു. NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. വലിയ പറമ്പ് കന്നുവീട് കടപ്പുറത്തും തൃക്കരിപ്പൂർ കടപ്പുറത്തും കരയിലേക്ക് പിടച്ചു കയറുന്ന മത്തിക്കൂട്ടം. ഇത് കൗതുക കാഴ്ച. വാർത്തകൾ വിശദമായി. ഷിരൂരിൽ നിന്നും ആംബുലൻസ് പുറപ്പെട്ടതു മുതൽ അർജുനായുള്ള കാത്തിരിപ്പിലായിരുന്നു കാസർഗോഡ്. പുലർച്ചെ 2:45-നാണ് ആംബുലൻസ് നഗരത്തിലേക്ക് പ്രവേശിച്ചത്. പുതിയ ബസ് സ്റ്റാൻഡിലെത്തിയപ്പോൾ നിരവധി പേർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ആംബുലൻസ് കണ്ണാടിക്കലെത്തിയപ്പോൾ പ്രിയപ്പെട്ടവന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ ജനസാഗരം തന്നെ ഒഴുകിയെത്തിയിരുന്നു. സ്ഥിരമായി ലോറി ഓടിച്ചു വരാറുള്ള വീതിയിലൂടെയാണ് ഇനി മടങ്ങിവരവില്ലാത്ത യാത്രയിലായ അർജുനെയും കൊണ്ട് ആംബുലൻസ് യാത്ര പുറപ്പെട്ടത്. ഷിരൂരിൽ നിന്നും പുറപ്പെട്ടത് മുതൽ തന്നെ അർജുനായുള്ള കാത്തിരിപ്പിലായിരുന്നു കാസർഗോഡ്. സുഹൃത്തുക്കളെയും മാധ്യമപ്രവർത്തകരെയുമെല്ലാം വിളിച്ച് ആംബുലൻസ് എവിടെയെത്തിയെന്ന് അന്വേഷിച്ച് നിരവധി പേരാണ് അർജുനായി കാത്തിരുന്നത്. പുലർച്ചെ 2:45-നാണ് ആംബുലൻസ് നഗരത്തിലേക്ക് പ്രവേശിച്ചത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിൽ ജില്ലാ കളക്ടർ K ഇമ്പശേഖറും ജില്ലാ പോലീസ് മേധാവി D ശില്പയും മൃതദേഹത്തിൽ റീത്ത് വെച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. നഗരത്തിലെ ഓട്ടോ ഡ്രൈവർമാർ ഉൾപ്പെടെ നിരവധി പേർ അന്ത്യോപചാരം അർപ്പിക്കുവാൻ എത്തി. CPM ഏരിയ സെക്രട്ടറി KA മുഹമ്മദ് ഹനീഫ്, ഓട്ടോറിക്ഷ നൈറ്റ് യൂണിയൻ സെക്രട്ടറി K സുകുമാരൻ തുടങ്ങിയവരും റീത്ത് വെച്ച് അന്ത്യോപചാരം അർപ്പിച്ചു. കർണാടക പോലീസിന്റെ സുരക്ഷയിലായിരുന്നു മൃതദേഹവുമായുള്ള യാത്ര. കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിലും മഞ്ചേശ്വരം MLA AKM അഷ്റഫ്, ഈശ്വർ മൽപെ അടക്കമുള്ളവരും മൃതദേഹത്തെ അനുഗമിച്ചിരുന്നു. മഞ്ചേശ്വരം മുതൽ ജില്ലയിൽ മൃതദേഹം കടന്നുപോകുന്ന എല്ലാ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നുള്ള പോലീസും ആംബുലൻസിനെ അനുഗമിച്ചിരുന്നു. രാവിലെ 6:30 മണിയോടെയാണ് മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് കോഴിക്കോട് ജില്ലയിൽ പ്രവേശിച്ചത്. അർജുൻ്റെ ജന്മനാടായ കണ്ണാടിക്കലിലെത്തിയപ്പോൾ പ്രിയപ്പെട്ടവന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ ജനസാഗരം തന്നെ ഒഴുകിയെത്തിയിരുന്നു. മൃതദേഹം പൊതുദർശനത്തിന് വെച്ചതിന് ശേഷമായിരുന്നു സംസ്കാരം. ഹൈന്ദവാചാര പ്രകാരമുള്ള ചടങ്ങുകൾക്ക് ശേഷം വീട്ടുവളപ്പിലൊരുക്കിയ ചിതയിലാണ് സംസ്കരിച്ചത്. അർജുൻ്റെ സഹോദരൻ അഭിജിത്താണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങിയെങ്കിലും വേദനിപ്പിക്കുന്ന, ഹൃദയം തകർക്കുന്ന ഓർമ്മയുമായി അർജുൻ ഏവരുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ചീമേനി ടൗണിൽ രാവിലെ കുഴഞ്ഞു വീണ കലാകാരന്റെ ജീവൻ രക്ഷിച്ച് കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രം ജീവനക്കാർ. സെപ്റ്റംബർ 29 ലോക ഹൃദയാരോഗ്യ ദിനത്തിന്റെ ഭാഗമായി കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രവും ചീമേനി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററും GHSS ചീമേനി NSS യൂണിറ്റും സംയുക്തമായി സംഘടിപ്പിച്ച കൂട്ടനടത്തത്തിന്റെ തയ്യാറെടുപ്പിനിടയിലാണ് പ്രശസ്ത നാടക കലാകാരൻ അശോകൻ പെരിങ്ങാര ടൗണിൽ കുഴഞ്ഞു വീണത്. സംഭവം നടന്ന ഉടൻ ഓട്ടോ ടാക്സി തൊഴിലാളികൾ, വ്യാപാരികൾ, നാട്ടുകാർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ ഓടിയെത്തുകയും ഹെൽത്ത് ഇൻസ്പെക്ടർ K രാജീവൻ ശാസ്ത്രീയമായ പ്രഥമ ശുശ്രൂഷ നൽകി ജീവൻ രക്ഷിക്കുകയുമായിരുന്നു. കുറച്ചുനേരം ചീമേനി ടൗണിലെ നാട്ടുകാരെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തിയ ഈ രംഗം യഥാർത്ഥത്തിൽ കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രവും NSS യൂണിറ്റും ചേർന്നൊരുക്കിയ മോക്ക് ഡ്രില്ലായിരുന്നു. നാടക കലാകാരൻ അശോകൻ പെരിങ്ങാര, ഹെൽത്ത് ഇൻസ്പെക്ടർ K രാജീവൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ V പ്രസീത, ഷോർട്ട് ഫിലിം സംവിധായകൻ സജിത് K രാജീവ്, ആംബുലൻസ് ഡ്രൈവർ സുബിൻ എന്നിവർ നേതൃത്വം നൽകിയ രംഗാവിഷ്കാരത്തിനൊടുവിൽ ഹൃദയാരോഗ്യ ദിനത്തിന്റെ പ്രാധാന്യവും ഹൃദയ സംരക്ഷണത്തിനായി എടുക്കേണ്ട മുൻകരുതലും ശാസ്ത്രീയമായ പ്രഥമ ശുശ്രൂഷയുടെ പ്രാധാന്യവും കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ H ലിൻഡ ജനങ്ങളോട് വിശദീകരിച്ചു.
തുടർന്ന് നടന്ന കൂട്ടനടത്തം കയ്യൂർ ചീമേനി പഞ്ചായത്ത് അധ്യക്ഷൻ പി ശശിധരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം ശ്രീജ, കെ പി ലത, കെ ശശികല, ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ പി പി പ്രസന്ന, MLSP പി പി വിദ്യ, NSS കോർഡിനേറ്റർ ടി കെ ഉഷ, വളണ്ടിയർമാർ, അധ്യാപകർ, ഓട്ടോ ടാക്സി തൊഴിലാളികൾ, വ്യാപാരികൾ, ലോഡിംഗ് തൊഴിലാളികൾ, വാർഡ് സമിതി അംഗങ്ങൾ, കുടുംബശ്രീ പ്രവർത്തകർ, വിവിധ ക്ലബ്ബ് അംഗങ്ങൾ എന്നിവർ കൂട്ടനടത്തത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. അർഹരായ കുട്ടികളെ ജില്ലാതല കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് കളരിപ്പയറ്റ് സംരക്ഷണ മഹാസമിതി ചൊവ്വാഴ്ച കളരിപ്പയറ്റ് പ്രദർശനവും പ്രതിഷേധജ്വാലയും സംഘടിപ്പിക്കും. KV മുഹമ്മദ് ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അർഹരായ കുട്ടികളെ ജില്ലാതല കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് കളരിപ്പയറ്റ് സംരക്ഷണ മഹാസമിതി ചൊവ്വാഴ്ച സംഘടിപ്പിക്കുന്ന കളരിപ്പയറ്റ് പ്രദർശനവും പ്രതിഷേധജ്വാലയും KV മുഹമ്മദ് ഗുരുക്കൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജില്ലാ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിനും ജനപ്രതിനിധികൾക്കും പരാതികളും നിവേദനങ്ങളും കൊടുത്തെങ്കിലും ഇതൊന്നും പരിഗണിക്കപ്പെട്ടിട്ടില്ലെന്നും ഇതിൽ പ്രതിഷേധിച്ച് ഇതുവരെ കൊടുത്ത 45 പരാതികൾ കത്തിച്ച് അതിന്റെ ചാരം തേജസ്വിനി പുഴയിൽ ഒഴുക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. കാസർഗോഡ് ഒക്ടോബർ 1 ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് ജില്ലാ സ്പോർട്സ് കൗൺസിലിന് മുമ്പിൽ പ്രതിഷേധ കളരിപ്പയറ്റും അതോടൊപ്പം പ്രതിഷേധ ജ്വാലയും 2019 മുതൽ കാസർഗോഡിൻ്റെ ജില്ലാ സ്പോർട്സ് കൗൺസിൽ 45ഓളം പരാതികൾ മുഖ്യമന്ത്രി, കായിക വകുപ്പ്, കേരള സ്പോർട്സ് കൗൺസിൽ, കാസർഗോഡ് ജില്ലാ കളക്ടർ, MLA, MP, മനുഷ്യാവകാശ കമ്മീഷൻ ഇങ്ങനെയുള്ള ആളുകൾക്ക് പരാതികൾ കൊടുത്തെങ്കിലും ആകെ നമുക്ക് ലഭിച്ചത് ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ പിരിച്ചുവിടണമെന്ന റിപ്പോർട്ട് മാത്രമാണ്. എങ്കിൽ ആ റിപ്പോർട്ട് നടപ്പിലാക്കുവാൻ ഇന്നുവരെ ജില്ലാ സ്പോർട്സ് കൗൺസിലിനോ സംസ്ഥാന സ്പോർട്സ് കൗൺസിലിനോ സാധിച്ചിട്ടില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഇന്നും അർഹതയുള്ള ധാരാളം കുട്ടികൾ ഈ മത്സരങ്ങൾക്കോ കാര്യങ്ങൾക്കോ പങ്കെടുക്കാത്ത പുറമേയുള്ള സാഹചര്യമാണ്. അപ്പോൾ നമ്മൾ ഈ കൊടുത്ത 45 പരാതികളുടെ പകർപ്പ് പ്രതിഷേധ ജാലയിൽ കത്തിച്ച് അതിൻ്റെ ചാരം തേജസ്വിനി പുഴയിൽ ഒഴുക്കുകയാണ്. ഒരു പ്രതിഷേധമെന്ന നിലയിൽ അത്തരത്തിലുള്ള പ്രക്ഷോഭമാണ് 1-ാം തീയതി ജില്ലാ സ്പോർട്സ് കൗൺസിൽ മുമ്പിൽ നടക്കുന്നത്. TV സുരേഷ് ഗുരുക്കൾ, VV ക്രിസ്റ്റോ ഗുരുക്കൾ, K രാജേഷ് ഗുരുക്കൾ, K ഉമേഷ് ഗുരുക്കൾ, K അത്താവുള്ള ഗുരുക്കൾ, KM ഷാജി ഗുരുക്കൾ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KP കുഞ്ഞിക്കണ്ണന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. സമൂഹത്തിലെ വിവിധ മേഖലയിലുള്ള 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത മൗനജാഥയ്ക്ക് ശേഷം മാന്തോപ്പ് മൈതാനിയിലാണ് അനുശോചന യോഗം ചേർന്നത്. മുൻ DCC പ്രസിഡന്റും മുൻ KPCC ജനറൽ സെക്രട്ടറിയും മുൻ ഉദുമ MLAയുമായിരുന്ന KP കുഞ്ഞിക്കണ്ണന്റെ നിര്യാണത്തിൽ കാഞ്ഞങ്ങാട് പുതിയകോട്ട മാന്തോപ്പ് മൈതാനിയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം നടത്തി. സമൂഹത്തിലെ വിവിധ മേഖലയിലുള്ള 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത മൗനജാഥയ്ക്ക് ശേഷം മാന്തോപ്പ് മൈതാനിയിൽ നടന്ന അനുശോചന യോഗത്തിൽ DCC പ്രസിഡന്റ് PK ഫൈസൽ അധ്യക്ഷത വഹിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും CPIM ജില്ലാ സെക്രട്ടറിയുമായ MV ബാലകൃഷ്ണൻ മാസ്റ്റർ, BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, UDF ജില്ലാ കൺവീനർ A ഗോവിന്ദൻ നായർ, മുൻ DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NA ഖാലിദ്, KPCC സെക്രട്ടറി M അസ്നാർ, DCC ജനറൽ സെക്രട്ടറിമാരായ MC പ്രഭാകരൻ, അഡ്വക്കേറ്റ് PV സുരേഷ്, CPI ജില്ലാ സെക്രട്ടറി CP ബാബു, കേരള കോൺഗ്രസ് J ജില്ലാ പ്രസിഡന്റ് ജെറ്റോ ജോസഫ്, കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ KV സുജാത, കേരള കോൺഗ്രസ് M ജില്ലാ സെക്രട്ടറി KP പീറ്റർ, RSP ജില്ലാ സെക്രട്ടറി ഹരീഷ് B നമ്പ്യാർ, CMP സെൻട്രൽ എക്സിക്യൂട്ടീവ് മെമ്പർ V കമാരൻ, NCP ജില്ലാ പ്രസിഡന്റ് ഉദനൂർ സുകുമാരൻ, പ്രസ് ഫോറം ജില്ലാ ഭാരവാഹി മുഹമ്മദ് അസ്ലം, വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാഞ്ഞങ്ങാട് യൂണിറ്റ് പ്രസിഡന്റ് CK ആസിഫ്, നേതാക്കളായ ബഷീർ വെള്ളിക്കോത്ത്, അഡ്വക്കേറ്റ് TK സുധാകരൻ, പുലരി രാഘവൻ, രാജു PP, KP ബാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് PK ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പാരലൽ കോളേജുകളിലൂടെയും ഓപ്പൺ സർവകലാശാല കോഴ്സുകൾ പഠിക്കാം. പാരലൽ കോളേജുകളെ ഓപ്പൺ സർവകലാശാലയുമായി ബന്ധപ്പെടുത്തി പഠന സൗകര്യമൊരുക്കണമെന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ VP ജഗതിരാജ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാരലൽ കോളേജ് അസോസിയേഷനുമായി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടെന്നും നിലവിൽ പ്രൈവറ്റ് രജിസ്ട്രേഷൻ കോഴ്സുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്ക് ഓപ്പൺ സർവകലാശാലയുടെ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ നടത്താൻ സാധിക്കുമെന്നും വൈസ് ചാൻസലർ പ്രൊഫസർ VP ജഗതിരാജ് പറഞ്ഞു. നിലവിലെ UGC നിർദ്ദേശപ്രകാരം ഓപ്പൺ സർവകലാശാല നൽകുന്ന കോഴ്സുകൾ ഇതര സർവകലാശാലകൾക്ക് വിദൂര വിദ്യാഭ്യാസം പ്രൈവറ്റ് രജിസ്ട്രേഷൻ വഴി നടത്താനാകില്ല. ഇനി മുതൽ സംസ്ഥാനത്ത് ഇതര സർവകലാശാലകൾ അനുവദിക്കുന്ന വിദൂര കോഴ്സുകളെല്ലാം ഓപ്പൺ സർവകലാശാലയിലൂടെ നടത്താമെന്നും സർവകലാശാല അധികൃതർ കൂട്ടിച്ചേർത്തു.
കേരളത്തെ ഒരു സമ്പൂർണ്ണ ബിരുദ സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തിലായിട്ട് ഈ വർഷം നമ്മൾ 28 പ്രോഗ്രാമിനും അഡ്മിഷൻ വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 25 അതിൽ 18 UG പ്രോഗ്രാമും 12 PG പ്രോഗ്രാമും 30 വരും 2 പുതുതായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിൽ 6 പ്രോഗ്രാം നമ്മൾ 4 ഇയറിലോട്ട് പോകുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് NEP പ്രകാരമുള്ള 4 ഇയറിലോട്ട് പോകുന്നത്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ പോളിസി പ്രകാരം നമ്മൾ 3ാമത്തെ വർഷം മാത്രമേ എക്സിറ്റ് കൊടുക്കുന്നുള്ളൂ. അപ്പം റിക്വയർഡ് ക്രെഡിറ്റ് അക്വയർ ചെയ്ത് അവർക്ക് ഡിഗ്രി ആയിട്ട് 3ാമത്തെ വർഷം പുറത്തു പോകാം. 4 വർഷം കംപ്ലീറ്റ് ചെയ്താൽ BA ഓണേഴ്സായിട്ട് അല്ല ഡിഗ്രി ഓണേഴ്സായിട്ട് അവർക്ക് പുറത്തു പോകാൻ പറ്റും. അതാണ് നമ്മളിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്തേക്കുന്ന NEPയുടെ മോഡൽ. ഗവൺമെൻറ്റിൻ്റെ അതേ പോളിസി ഫോളോ ചെയ്യണം. പിന്നെ ഈ വർഷം നമ്മൾ ഒരു പുതിയ പ്രോഗ്രാം പിന്നെ അതിന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. BA നാനോ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു യൂണിവേഴ്സിറ്റി ഒരു ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് ഇൻ്റേൺഷിപ്പ് പ്രോഗ്രാം അപ്ലൈ ചെയ്യുന്നത്. അത് ഇപ്പോൾ നമ്മൾ കുടുംബശ്രീ അതുപോലെയുള്ള ഒരുപാട് സ്ത്രീ ഏരിയയിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾക്ക് അവർ ചെയ്യുന്ന ബിസിനസ് ഒന്ന് എൻഹാൻസ് ചെയ്യാനും മോഡേണൈസ് ചെയ്യാനൊക്കെയുള്ള എല്ലാ ഇൻഫർമേഷൻസും ആ കോഴ്സ് പഠിച്ചാൽ കിട്ടുന്നതായിരിക്കും. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ VP ജഗതിരാജിനൊപ്പം പ്രോ വൈസ് ചാൻസലർ പ്രൊഫസർ SV സുധീർ, സിൻഡിക്കേറ്റ് അംഗം പ്രൊഫസർ TM വിജയൻ, കണ്ണൂർ റീജിയണൽ ഡയറക്ടർ ഡോക്ടർ CV അബ്ദുൽ ഗഫൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലെത്തുന്ന യാത്രക്കാർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കാൻ റെയിൽവേ സന്നദ്ധമാണെന്ന് പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദി പറഞ്ഞു. പുതുതായി 18 കോടിയുടെ പദ്ധതികളുടെ നിർവഹണം അവസാന ഘട്ടത്തിലാണെന്നും ഉടൻ തന്നെ അനുമതി ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ശനിയാഴ്ച ഉച്ചയോടെ പ്രത്യേക ട്രെയിൻ മാർഗം കാഞ്ഞങ്ങാട്ടെത്തിയ പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർ അരുൺകുമാർ ചതുർവേദിയെ കാഞ്ഞങ്ങാട് ഡെവലപ്മെന്റ് ഫോറം ഭാരവാഹികളും സന്നദ്ധ സംഘടനാ പ്രതിനിധികളും സ്വീകരിച്ചു. കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ പുതുതായി 18 കോടിയുടെ പദ്ധതികളുടെ നിർവഹണം അവസാന ഘട്ടത്തിലാണെന്നും ഉടൻ തന്നെ അനുമതി ലഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വടക്കു ഭാഗത്ത് പുതുതായി ഒരു മേൽപ്പാലം 2 ഭാഗത്തു നിന്നുമുള്ള യാത്രക്കാർക്ക് സുഗമമായി 2 ഭാഗത്തേക്ക് പുറത്തു കടക്കുന്ന വിധം സജ്ജീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ആധുനിക രീതിയിലുള്ള കാർ പോർച്ച്, പുതിയ കെട്ടിടം, ഇലക്ട്രോണിക് ഡിസ്പ്ലേ ബോർഡുകൾ, 3 പ്ലാറ്റ്ഫോമുകൾ മുഴുവനായും മേൽക്കൂര, റെയിൽവേ സ്റ്റേഷൻ റോഡ് നവീകരണം, വിശാലമായ പാർക്കിംഗ് തുടങ്ങിയ വിവിധ പദ്ധതികൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അമൃത് ഭാരത് പദ്ധതിയിൽ അടുത്ത ഘട്ടം തന്നെ കാഞ്ഞങ്ങാടിനെ ഉൾപ്പെടുത്തി കൂടുതൽ വികസന പ്രവർത്തികൾ നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൂടുതൽ ദീർഘദൂര ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുവദിക്കുന്ന കാര്യം റെയിൽവേയുടെ പരിഗണനയിലുണ്ടെന്നും DRM പറഞ്ഞു. പടിഞ്ഞാറ് ഭാഗത്തെ പ്ലാറ്റ്ഫോമിൽ യാത്രക്കാർക്കായി വിശ്രമമുറിയും ടിക്കറ്റ് കൗണ്ടറും, പ്ലാറ്റ്ഫോമിന്റെ തെക്കു ഭാഗത്ത് പൊതുജനങ്ങൾക്കായി ഒരു മേൽ നടപ്പാലവും അടച്ചുപൂട്ടിയ റിസർവേഷൻ കൗണ്ടർ പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള നിവേദനം കാഞ്ഞങ്ങാട് ഡെവലപ്മെന്റ് ഫോറം ഭാരവാഹികൾ DRMന് നൽകി. എല്ലാവിധ സൗകര്യവും കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കാൻ തയ്യാറാണെന്ന് ഡെവലപ്മെന്റ് ഭാരവാഹികൾക്ക് ഉറപ്പ് നൽകി. കാഞ്ഞങ്ങാട് ഡെവലപ്മെന്റ് ഫോറം ഭാരവാഹികളായ K മുഹമ്മദ് കുഞ്ഞി, KP മോഹനൻ, അബ്ദുൽ നാസർ PM, അബ്ദുൽ സത്താർ, സ്റ്റീഫൻ ജോസഫ്, അജിത് കുമാർ കുന്നരുവത്ത്, നഗരസഭാ വൈസ് ചെയർമാൻ ബിൽറ്റക് അബ്ദുള്ള, കൗൺസിലർ ശിവദത്ത് തുടങ്ങിയവർ DRMനെ കണ്ട് നിവേദനം നടത്തി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തൃക്കരിപ്പൂർ ടൗണിനെ ഗതാഗത കുരുക്കിലാക്കുന്നതും ബീരിച്ചേരി വെള്ളാപ്പ് റോഡ് റെയിൽവേ ഗേറ്റുകളും പടന്നയിൽ നിന്നെത്തുന്നവർക്ക് തടസ്സമാകുന്ന ഉദിനൂർ റെയിൽവേ ഗേറ്റും ഒഴിവാക്കി ഇവിടങ്ങളിൽ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിനായുള്ള തടസ്സങ്ങൾ നീക്കി വേഗത കൂട്ടാൻ കർമ്മസമിതി രൂപീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിലെ ജനപ്രതിനിധികളുടെയും വിവിധ രാഷ്ട്രീയ, വ്യാപാര, സന്നദ്ധ സംഘടനകളുടെയും ഭാരവാഹികളെ ഉൾപ്പെടുത്തിയാണ് കർമ്മസമിതിക്ക് രൂപം നൽകിയത്. തൃക്കരിപ്പൂർ ടൗണിലെയും പരിസരങ്ങളിലെയും റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാൻ നാടൊന്നിച്ച് കൈകോർത്തിറങ്ങാൻ ആഹ്വാനം ചെയ്താണ് കർമ്മസമിതി രൂപീകൃതമായത്. തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ ചെയർമാനും E ജയചന്ദ്രൻ ജനറൽ കൺവീനറും CH അബ്ദുൽ റഹീം ട്രഷററുമായാണ് കർമ്മസമിതി രൂപീകരിച്ചത്. തൃക്കരിപ്പൂർ ടൗണിനോട് ചേർന്നുള്ള ബീരിച്ചേരി, വെള്ളാപ്പ്, തൊട്ടടുത്തുള്ള ഉദിനൂർ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിനായുള്ള ഇടപെടൽ നടത്തുന്നതിന് ലക്ഷ്യമിട്ട് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK ബാവ അധ്യക്ഷത വഹിച്ചു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം അവരുമായി മറ്റുള്ള ഡിസൈൻ പോലെ എല്ലാവരും ഡിസൈൻ ഞാൻ സൂചിപ്പിച്ചല്ലോ. ഏതാണ്ട് 2 മേൽപ്പാലങ്ങൾ ഒന്നിച്ചു വന്ന് ഒരു ക്ലബിൽ ഡിസൈനിലെ പ്രശ്നങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാവും. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് MLA സംസാരിക്കുന്നുണ്ട്. MLA കഴിഞ്ഞ ദിവസം MLA യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സിറ്റിംഗ് നടത്തിയിരുന്നു.
അതുപോലെ MP സംസാരിക്കുന്ന MP ബന്ധപ്പെട്ട എഞ്ചിനുമായി സംസാരിക്കുന്ന ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഈ കഴിഞ്ഞ 21-ാം തീയതി MP കണ്ടു. ഞങ്ങൾ അവസാനത്തെ സ്റ്റാറ്റസ് റിപ്പോർട്ട് കൂടി അറിഞ്ഞതിന് ശേഷം യോഗത്തിലേക്ക് വരുന്നതായിരിക്കും നല്ലത് എന്ന് ഞങ്ങൾ കരുതിക്കൂട്ടിക്കൊണ്ട് തന്നെയാണ് MP കാണാൻ പോയത്. ഞാൻ MP ഈ യോഗത്തിലേക്ക് പങ്കെടുക്കാൻ ശ്രമിച്ചിരുന്നു, MLA ക്ഷണിച്ചു. പക്ഷേ അവർ പറഞ്ഞത് ഞങ്ങൾ ഇപ്പോൾ ഞങ്ങൾ ആവശ്യമില്ല. അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, AGC ബഷീർ, VPP മുസ്തഫ, TV ഷിബിൻ, C ബാലൻ, M ഗംഗാധരൻ, VV കൃഷ്ണൻ, സത്താർ വടക്കുംപാട്, M മനു, ഷംസുദ്ദീൻ IT, ഹാഷിം കരോളം, C ചന്ദ്രമതി, TS നജീബ്, VPP ഷുഹൈബ്, അഡ്വക്കേറ്റ് MTP കരീം, AG നൂറുലമീൻ, ചന്ദ്രദാസ് തൃക്കരിപ്പൂർ, സജേഷ് പേക്കടം, AG ബഷീർ, EV ദാമോദരൻ, ഫായിസ് ബീരിച്ചേരി, M രാമചന്ദ്രൻ, P കുഞ്ഞിക്കണ്ണൻ, TV ബാലകൃഷ്ണൻ, ഉറുമീസ് തൃക്കരിപ്പൂർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കാസർഗോഡ് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും എംപ്ലോയബിലിറ്റി സെന്ററും സംയുക്തമായി പ്രയുക്തി 24 എന്ന പേരിൽ മെഗാ തൊഴിൽ മേള സംഘടിപ്പിച്ചു. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നടന്ന തൊഴിൽ മേള NA നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. നാഷണൽ എംപ്ലോയ്മെന്റ് കേരളം, കാസർഗോഡ് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും എംപ്ലോയബിലിറ്റി സെന്ററും സംയുക്തമായി കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ പ്രയുക്തി 24 മെഗാ തൊഴിൽ മേള സംഘടിപ്പിച്ചു. കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ബ്രെയിൻ ഡ്രെയിൻ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ എല്ലാ യുവാക്കളും തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ അനുസ്യൂതം പ്രവഹിക്കുകയാണ്. ഇതിനെയാണ് ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ പ്രവാഹം ഇങ്ങനെ അനുസ്യൂതമായി തുടർന്നാൽ കേരളം ഈ യുവാക്കളില്ലാത്ത നാടായി മാറും എന്നാണ് ചില ആളുകൾ പറയുന്നത്. പക്ഷെ അത് ശരിയല്ല. ഇത് ബ്രെയിൻ ഗെയിൻ എന്ന് പറയുന്ന ആളുകളുമുണ്ട്. അതെന്തുമായിക്കൊള്ളട്ടെ, അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ നമ്മുടെ യുവാക്കൾക്ക് നാട് വിട്ടു പോകേണ്ട ഒരു അവസരം ഉണ്ടാകില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നിപ്പോൾ ഇത്രയും ആളുകൾ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട തൊഴിൽ നമ്മുടെ രാജ്യത്ത് തന്നെയുണ്ട്, നമ്മുടെ സംസ്ഥാനത്ത് തന്നെയുണ്ട്. കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു. എൻഡോസൾഫാൻ സെൽ KS ഡെപ്യൂട്ടി കളക്ടർ സുർജിത് PK മുഖ്യാതിഥിയായിരുന്നു. കാസർഗോഡ് നഗരസഭാ കൗൺസിലർ സവിതകുമാരി, ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പാൾ VS അനിൽകുമാർ, അസിസ്റ്റന്റ് പ്രൊഫസർ M രാജീവൻ, അസോസിയേറ്റ് പ്രൊഫസർ ലക്ഷ്മി K എന്നിവർ സംബന്ധിച്ചു. കാസർഗോഡ് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അജിത് ജോൺ KS സ്വാഗതവും പവിത്രൻ P നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ഈസ്റ്റ് യൂണിറ്റിന്റെ സമ്മേളനം നടത്തി. കാസർഗോഡ് AKRRD ഭവനിൽ നടന്ന പരിപാടി മേഖലാ പ്രസിഡന്റ് വാസു A ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് നടത്തിയ ഒരു വർഷത്തെ പ്രവർത്തനമടങ്ങിയ ഫോട്ടോ പ്രദർശനവും സമ്മേളനത്തിൽ നടന്നു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ഈസ്റ്റ് യൂണിറ്റ് സമ്മേളനം AKRRD ഭവനിൽ നടന്നു. കാസർഗോഡ് മേഖലാ പ്രസിഡന്റ് വാസു A ഉദ്ഘാടനം ചെയ്തു. 40ാം ജില്ലാ സമ്മേളനം ഈ വരുന്ന നവംബർ മാസം 22-ാം തീയതി കുമ്പളയിൽ വെച്ച് പൊതുസമ്മേളനം, പ്രതിനിധി സമ്മേളനം, ഫോട്ടോഗ്രാഫി മത്സരം, ട്രേഡ് ഫെയർ എന്നീ പരിപാടികളോട് കൂടി നടക്കാനിരിക്കുന്നു. അതിപ്പോൾ നമ്മുടെ മേഖലാ സമ്മേളനവും ഒക്ടോബർ 25-ാം തീയതി മുള്ളിലിൽ വെച്ച് നടക്കാനിരിക്കുന്നു. അതുപോലെ സംസ്ഥാന സമ്മേളനം ഡിസംബർ 9, 10, 11 തീയതികളിലായി കോട്ടയത്ത് വെച്ച് നടക്കുകയാണ്. ഇതിനൊക്കെ പൂർവഭാവിയായി യൂണിറ്റ് സമ്മേളനങ്ങൾ ഇപ്പോൾ നടന്നു വരികയാണ്. കാസർഗോഡ് മേഖലയിലെ 4 യൂണിറ്റുകളിൽ നിന്നും ഇതോടുകൂടി 3 യൂണിറ്റ് സമ്മേളനങ്ങളും പൂർത്തീകരിക്കാൻ പോവുകയാണ്. യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് നടത്തിയ ഒരു വർഷത്തെ പ്രവർത്തനമടങ്ങിയ ഫോട്ടോ പ്രദർശനം കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് KC അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. വിവിധ തലത്തിൽ നടത്തിയ ഫോട്ടോഗ്രാഫി മത്സരത്തിൽ വിജയികളായ യൂണിറ്റിലെ അംഗങ്ങളെയും രക്തദാനം നടത്തിയ അംഗങ്ങളെയും സംസ്ഥാന സെക്രട്ടറി ഹരീഷ് പാലക്കുന്ന് അനുമോദിച്ചു. ജില്ലാ ട്രഷറർ സുനിൽകുമാർ PT, ജില്ലാ ജോയിന്റ് സെക്രട്ടറി രാജേന്ദ്രൻ VN, ജില്ലാ നാച്ചുറൽ ക്ലബ് കോർഡിനേറ്റർ ദിനേശ് ഇൻസൈറ്റ്, മേഖലാ ട്രഷറർ വാമൻ കുമാർ, സുരേഷ് ചന്ദ്ര BJ, മനു എല്ലോറ, മൈന്തപ്പ, പ്രശാന്ത് മണി iFocus എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി സുജിത് ഇൻഫോക്കസ് സ്വാഗതവും യൂണിറ്റ് PRO മനീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മത്സ്യങ്ങളെ തേടി മനുഷ്യർ കടലിലിറങ്ങുന്നത് സാധാരണം. എന്നാൽ വലിയ പറമ്പിലെ കന്നുവീട് കടപ്പുറത്തും തൃക്കരിപ്പൂർ കടപ്പുറത്തും കരയിലേക്ക് പിടച്ചു കയറുന്ന മത്തിക്കൂട്ടം നാട്ടുകാർക്ക് കൗതുകമായി. അറിഞ്ഞെത്തിയവർ കവറുകളിലും സഞ്ചികളിലും പിടയ്ക്കുന്ന മത്തിയുമായാണ് വീടുകളിലെത്തിയത്.
മഴ മാറി നിന്ന കാലാവസ്ഥയിൽ ശനിയാഴ്ച ഉച്ചയോടെയാണ് വലിയപറമ്പ് പഞ്ചായത്തിലെ കന്നവീട് കടപ്പുറത്തെ ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിന് പടിഞ്ഞാറ് ഭാഗത്തും തൃക്കരിപ്പൂർ കടപ്പുറം തൊണ്ടച്ചൻ ദേവസ്ഥാനത്തിനടുത്തുമായാണ് കടലിൽ നിന്നും മത്തിക്കൂട്ടം കരയിലേക്ക് കയറിയത്. പിടിച്ചു കയറുന്ന മത്സ്യക്കൂട്ടത്തെ കണ്ട വിവരം അറിഞ്ഞതോടെ രണ്ടിടങ്ങളിലും കടലോരവാസികൾ ഓടിയെത്തി മത്തി വാരിക്കൂട്ടി. തീരൂല ധന്യേച്ച് വേഗം മാറി നിന്ന് കാത്തിക്കുന്നു. കിട്ടിയ കവറുകളിലും സഞ്ചികളിലും മത്തി നിറച്ചാണ് മിക്കവരും വീടുകളിലെത്തിയത്. കടലിൽ മത്സ്യബന്ധന ബോട്ടുകളുടെ മോട്ടോറിൽ നിന്നുള്ള ശബ്ദം കേട്ട് കരയോട് ചേർന്ന് തിരയിൽപ്പെടുന്ന മത്തിക്കൂട്ടം തിരക്കൊപ്പമാണ് കരയിൽ കയറുന്നത്. ഉറുമേസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. CPM മീഞ്ച ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിനാലയിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മുതിർന്ന CPM നേതാവ് KR ജയാനന്ദ ധർണ ഉദ്ഘാടനം ചെയ്തു. വയനാട്ടിലുണ്ടായ ദാരുണമായ ദുരന്തത്തിന് കേന്ദ്ര സർക്കാർ നഷ്ടപരിഹാരം നൽകാത്തതിൽ പ്രതിഷേധിച്ചും ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾ കുപ്രചരണം നടത്തുകയാണെന്നും ആരോപിച്ച് CPM മീഞ്ച ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിനാലയിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. ധർണാ സമരം CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KR ജയാനന്ദ ഉദ്ഘാടനം ചെയ്തു. ಒಂಜಿ ಕಂಗಿಗೆ ಒಂಜಿ ಬಾರೆಗೆ ಒಂಜಿ ತಾರೆಗೆ ಎಡ್ಡೆ ಮುಂಚೆಗೆ ರಬ್ಬರ್ಗೆ ಅಕ್ಕಲ ಕೇಂದ್ರ ಗೌರ್ಮೆಂಟ್ ಲೆಕ್ಕ ಉಂಡು. ಆ ಲೆಕ್ಕಗಳು ಮಾತ್ರ ಅದನ್ನು ಕಾಸು ಕೊಡ್ಪು ಆಡ ಯಥಾರ್ಥ ನಷ್ಟ ಓದ್ತತ್ತ. ಒಂಜಿ ಇಲ್ಲು ಕಟ್ಟೇರ ಬೋಡಾದ ಉಂಡಾಪಣ ಖರ್ಚಿ ಆಯ್ತು ನಷ್ಟ ಅವು ಅದನ್ನು ಲೆಕ್ಕ ಮಾಡ್ತು ಗೌರ್ಮೆಂಟ್ ಕೊಡ್ಪುಣವು. ಆ ಕೊರನೈತ ಪುದರ್ನಾದುಂಡು ಸುಳ್ಳು ಪ್ರಚಾರಗಳು ಕೇಂದ್ರ ಗೌರ್ಮೆಂಟ್ಗೆ ದುಂಬು ಕಾಸು ಕೊರಾದ ಲೆಕ್ಕ ಮಣಪೇರ ಬೋಡಾದಲ್ಲ ಮಳ್ಳ ರೀತಿಯ ಅಪವಾದ ಉಂಡು ಮಣಪೇರ ಬೋಡಾದ ಪ್ರಜನ ಚರ್ಚೆಲ ಚಾನಲ್ ಚರ್ಚೆಲ ವಾದಲ വിവാദല ഉണ്ണുമണത്ത് പോയിന വാദുണ്ട് കേരള മീഡിയതകളെ. സതീഷ് CH അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം വിനയ്കുമാർ ബായാർ, ലോക്കൽ കമ്മിറ്റി അംഗം ജനാർദ്ദന ശാന്തിനഗർ, സരസ്വതി, എലിയാന, പ്രജ്വൽ എന്നിവർ സംസാരിച്ചു. ലോക്കൽ സെക്രട്ടറി ലോകേഷ് ചിനാല സ്വാഗതവും ഉദയ CH നന്ദിയും പറഞ്ഞു. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ജീവകാരുണ്യ രംഗത്ത് പുതിയ ചുവടുവയ്പുമായി മഞ്ചേശ്വരം സ്നേഹാലയ ചാരിറ്റബിൾ ട്രസ്റ്റ്. സ്നേഹാലയയുടെ കീഴിൽ സ്നേഹാലയ ഡി-അഡിക്ഷൻ സെന്റർ ഒക്ടോബർ 2-ന് പ്രവർത്തനം ആരംഭിക്കും. ഇന്ത്യൻ പ്രവാസി വ്യവസായി മൈക്കിൾ ഡിസൂസ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മഞ്ചേശ്വരം സ്നേഹാലയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കീഴിൽ എല്ലാത്തരം ലഹരികൾക്ക് അടിമപ്പെട്ടവർക്കും പരിചരണത്തിന്റെയും സേവനത്തിന്റെയും പുനരധിവാസത്തിന്റെയും പുതിയ കേന്ദ്രമായി സ്നേഹാലയ ഡി-അഡിക്ഷൻ സെന്റർ ഒക്ടോബർ 2-ന് പ്രവർത്തനം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യൻ പ്രവാസി വ്യവസായി മൈക്കിൾ ഡിസൂസ ഡി-അഡിക്ഷൻ സെന്റർ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഈ അടുത്ത കാലങ്ങളിലായി റോഡിൽ നിന്ന് കിട്ടുന്ന ആളുകളിൽ പേഷ്യൻസിൽ ഏജ് ഗ്രൂപ്പ് വരുന്നത് ഒരു 20 to 28 ആണ്. അപ്പം ഞങ്ങൾ നടത്തിയൊരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതലായിട്ടും ഡ്രഗ് ഇൻഡ്യൂസ്ഡ് സൈക്കോസിസ് എന്നുള്ളൊരു ഇതിൽ ഒത്തിരി പേര്, അതായത് വിവിധ ലഹരികൾ ഉപയോഗിച്ചുകൊണ്ട് ഒത്തിരി യുവജനങ്ങൾ റോഡിലേക്ക് എത്തുന്നതായും കാണാൻ വേണ്ടി സാധിച്ചു. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഈ വരുന്ന ഒക്ടോബർ 2-ാം തീയതി ഏറ്റവും ആധുനിക രീതിയിൽ ഉള്ള ഒരു ഡി-അഡിക്ഷൻ സെൻറ്റർ കാസർഗോഡ് മഞ്ചേശ്വരത്ത് നമ്മൾ ആരംഭിക്കുന്നത്. പറഞ്ഞതുപോലെ തന്നെ ആ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മൈക്കിൾ ഡിസൂസ പ്രവാസി വ്യവസായിയാണ്, അദ്ദേഹമാണ് നിർവഹിക്കുന്നത്. സ്നേഹാലയ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപകനും മാനേജിംഗ് ട്രസ്റ്റിയുമായ ജോസഫ് ക്രാസ്റ്റ, ഒലിവിയ ക്രാസ്റ്റ, തോമസ് ഡിസൂസ, ജോയൽ മാത്യു, എലീന ജോസഫ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് ആരംഭിച്ച മൊണാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടന്നു. നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം നറുക്കെടുപ്പ് നിർവഹിച്ചു. കാസർഗോഡ് പഴയ ബസ് സ്റ്റാൻഡിലെ പത്മാവതി കൊമേഴ്ഷ്യൽ കോംപ്ലക്സിൽ ഓഗസ്റ്റ് 28-നാണ് 38 വർഷമായി കാസർഗോഡിന്റെ ജനഹൃദയങ്ങളിൽ വിശ്വാസത്തിന്റെ സ്വർണ്ണത്തിളക്കമേകുന്ന മൊണാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 2ാമത്തെ ഷോറൂം ആരംഭിച്ചത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക ഓഫറുകളും ഉപഭോക്താക്കൾക്കായി സമ്മാന പദ്ധതിയും ഒരുക്കിയിരുന്നു. ഇതിന്റെ നറുക്കെടുപ്പാണ് നടന്നത്. പ്രൗഢമായ ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം നറുക്കെടുപ്പ് നിർവഹിച്ചു.
നാരായണൻ എന്ന ഒരു വ്യക്തിയാണ്. ഇന്നായിരുന്നു നറുക്കെടുപ്പിന് ഒന്നാം സമ്മാനം കിട്ടിയ സാറിനാണ്. എന്തായാലും മൊണാർക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വരുന്ന ദിവസം അതായത് വരുമ്പോൾ ഒന്ന് നേരത്തെ ഒന്ന് വിളിച്ചു പറയാം. ഓക്കെ സാർ. നിയാസാണ് രണ്ടാമത്തെ. നിനക്കൊരു റിംഗ് അടിച്ചിട്ടുണ്ട്. ഡയമണ്ട് റിംഗ് ആണ് കേട്ടോ, ചെറിയ റിംഗ് അല്ല, ഡയമണ്ട് റിംഗ്. നറുക്കെടുപ്പല്ലേ? സന്തോഷം അറിയിക്കാൻ വേണ്ടി വിളിച്ചത്. നോക്കാം. നാരായണൻ, നിയാസ്, രതീഷ് എന്നിവരാണ് നറുക്കെടുപ്പിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയത്. സ്വർണ്ണ നെക്ലേസ്, ഡയമണ്ട് റിംഗ്, സിൽവർ ബ്രേസ്ലെറ്റ് എന്നിവയാണ് വിജയികൾക്ക് യഥാക്രമം 1, 2, 3 സമ്മാനമായി ലഭിക്കുക. അടുത്ത ഡിസംബർ വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% പണിക്കൂലി ഇളവും നറുക്കെടുപ്പ് ചടങ്ങ് വേളയിൽ പ്രഖ്യാപിച്ചു. മൊണാർക്ക് ഗോൾഡ് മാനേജിംഗ് പാർട്ട്ണർമാരായ നിഹാൽ ജോയ് പാറയ്ക്കൽ, അബിൻ റോയ്, റോയ് ജോസഫ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സഫയർ എൻട്രൻസ് കോച്ചിംഗ് ആൻഡ് ട്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കാസർഗോഡ് പ്രവർത്തനം ആരംഭിച്ചു. എൻ എ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം നിർവഹിച്ചു. സഫയർ എൻട്രൻസ് കോച്ചിംഗ് ആൻഡ് ട്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വിദ്യാനഗർ കളക്ടറേറ്റിന് എതിർവശം CAAS ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. എൻ എ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. ഈ സ്ഥാപനത്തിൽ ഈ ഒരു പരിപാടി നടത്തുമ്പോൾ തീർച്ചയായും എല്ലാവർക്കും വലിയ പ്രതീക്ഷകളുണ്ട്, വലിയ ആശകളുണ്ട്. ആ ആശക്കും പ്രതീക്ഷക്കൊത്തും ഉയരുവാൻ നമുക്ക് എല്ലാവർക്കും കഴിയുമെന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. കാരണം ചിന്മയ വിഷയത്തിൽ ഒരു കാര്യം ഏറ്റെടുത്താൽ അത് പകുതിയിലിട്ട് അവർ പോകില്ല, അത് പൂർണ്ണയിൽ എത്തിക്കാനുള്ള ആർജവം അവർക്കുണ്ട്, പ്രത്യേകിച്ച് സ്വാമിജിയുടെ നേതൃത്വത്തിലാകുമ്പോൾ. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളോട് പറയാനുള്ളത്, ജഫീറാണ് ഈ പരിപാടിയുടെ സംഘടിപ്പിച്ചത്. 27 വർഷം മുമ്പ് തുടങ്ങിയ യാത്രയാണ്. അതൊരു ജൈത്ര യാത്രയാണ്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് അയച്ചുവിട്ട അശ്വമേധത്തെ പിടിച്ചു കെട്ടാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ആ അശ്വമേധം അതിൻ്റെ ജൈത്രയാത്ര ഇപ്പോഴും തുടരുകയാണ്, കാസർഗോഡ് എത്തിയിരിക്കുകയാണ്. ചിന്മയ മിഷൻ റീജിയണൽ ഹെഡ് സ്വാമി വിവിക്താനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. കാസർഗോഡ് DEO ദിനേശ V അധ്യക്ഷത വഹിച്ചു. സഫയർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ V സുനിൽകുമാർ, കാസർഗോഡ് ചിന്മയ വിദ്യാലയ പ്രിൻസിപ്പൽ സുനിൽകുമാർ KC, വൈസ് പ്രിൻസിപ്പൽ പ്രശാന്ത B എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സഫയർ ഫ്യൂച്ചർ അക്കാദമിക് ഡീൻ ജോൺ J ലാൽ സ്വാഗതവും PT ഉഷ ടീച്ചർ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. സിൽവർ ജൂബിലി ആഘോഷത്തിന് തുടക്കമിട്ട് കാസർഗോഡ് ജില്ലാ ബധിര അസോസിയേഷൻ. സിൽവർ ജൂബിലി ആഘോഷത്തിന് പടന്നക്കാട്ട് തുടക്കമായി. ലോക ബധിര ദിനാചരണം ഞായറാഴ്ച നടക്കും. കേൾവി സംസാര പരിമിതരുടെ സംഘടനയായ ജില്ലാ ബധിര അസോസിയേഷൻ രജത ജൂബിലി ആഘോഷത്തിന് പടന്നക്കാട്ട് തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത ഉദ്ഘാടനം ചെയ്തു. ഹോസ്ദുർഗ് CI അജിത് കുമാർ മുഖ്യാതിഥിയായി. അസോസിയേഷൻ പ്രസിഡന്റ് CH ഷക്കീർ അധ്യക്ഷത വഹിച്ചു. രക്ഷാധികാരി KT ജോഷിമോൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവായ ജോഷിമോൻ KTയെ ചടങ്ങിൽ ആദരിച്ചു. SSLC+2 പരീക്ഷാ വിജയികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. ബധിര വിദ്യാർത്ഥിയുടെ ഭവന നിർമ്മാണത്തിലേക്കുള്ള സംഭാവനയും കൈമാറി. ജില്ലാ ബധിര അസോസിയേഷൻ സെക്രട്ടറി മുഹമ്മദ് റിഷാദ് AC റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഫാദർ മാത്യു ബേബി, സിസ്റ്റർ സോഫിയമ്മ KT, ഫാദർ പ്രിയേഷ് കളരിമുറിക്കൽ, ഫാദർ മാത്യു ഇളംതുരുത്തിപ്പടവിൽ, ഡേവിഡ് ബാബു, രാജീവ് കുമാർ, പവിത്രൻ T, ധന്യ PV, അബ്ദുറഹ്മാൻ AM, ഷിബ പവിത്രൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ട്രഷറർ ഷനൽകുമാർ നന്ദിയും പറഞ്ഞു. ഞായറാഴ്ച രാവിലെ 9 തുടങ്ങുന്ന ബധിരദിനാചരണം അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് കുന്നത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രൊഫസർ ദീപക് മുഖ്യാതിഥിയായി പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അർജുനിനി നോവുന്ന ഓർമ്മ. അന്ത്യനിദ്രയൊരുക്കിയത് വീട്ടുവളപ്പിൽ. ആംബുലൻസ് കാസർഗോഡ് എത്തിയപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കുവാനെത്തിയത് നിരവധി പേർ. അർഹരായ കുട്ടികളെ ജില്ലാതല കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുപ്പിക്കാത്തതിനെതിരെ കളരിപ്പയറ്റ് സംരക്ഷണ മഹാസമിതി ചൊവ്വാഴ്ച പ്രതിഷേധ ജ്വാല നടത്തും. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി KP കുഞ്ഞിക്കണ്ണന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. മൗനജാഥയും നടന്നു. പാരലൽ കോളേജുകളിലൂടെ
ഇതിലൂടെയും ഓപ്പൺ സർവകലാശാല കോഴ്സുകൾ പഠിക്കാൻ സൗകര്യം. പുതിയ മാറ്റം വിദ്യാർത്ഥികൾക്ക് ഗുണകരമാകും. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു. എന്നെ നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. വലിയ പറമ്പ് കന്നുവീട് കടപ്പുറത്തും തൃക്കരിപ്പൂർ കടപ്പുറത്തും കരയിലേക്ക് പിടച്ചു കയറുന്ന മത്തിക്കൂട്ടം. ഇത് കൗതുക കാഴ്ച. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.